തലശ്ശേരിക്കാരനായിട്ടുള്ള ഈ BPL നമ്പിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മകളും ഒരു ട്രസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത്. കർണാടകത്തിൽ സ്ഥലം വാങ്ങി, ലീസിന് വാങ്ങിയതാണ്. 149 ഏക്കർ സ്ഥലം വാങ്ങി, എല്ലാം കൂടി 175 ഏക്കറുണ്ട്. ആ 149 ഏക്കറിൽ അത് കൃഷിസ്ഥലമാണ്. കുറേ കൃഷിക്കാർക്ക് കൊടുത്തത് 1,10,000 രൂപയാണ് സെൻറ്റിന്. 1,10,000 രൂപ സെൻറ്റിന് കൊടുത്തിട്ട് കുറേ കൊല്ലം മുമ്പ്, 10, 14, 15 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. ആ ഫാമിലിയാണത് വാങ്ങിയത്. 14 കൊല്ലമായി, വിറ്റിട്ടിൻ്റെ 14 കൊല്ലം. അപ്പോൾ അതിനും പോയി 14 കൊല്ലം, 10-20 കൊല്ലത്തിലധികം നടത്തും. അതെന്തിനു വേണ്ടിയാണ് കിട്ടിയ? ഗവൺമെൻറ് കൊടുത്തതാണ്. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ്, അവരിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ലീസിനാണ് വാങ്ങിയത്, വിൽക്കാൻ ഒരിക്കലും പാടില്ല. വിൽക്കാൻ അധികാരമില്ലാതാണ്, അവകാശമില്ലാതാണ്. അങ്ങനെ 149 ഏക്കർ വാങ്ങിയിട്ട് അത് ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ അധികം പറയുന്നില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നമ്പ്യാരുടെ മകളാണ്. അവരൊക്കെ നല്ല രീതിയിൽ കല്യാണമെല്ലാം കഴിച്ചു കൊടുത്തതാണ്. പിന്നെ മറ്റു മക്കളുമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗക്കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് മുഴുവൻ, ഈ സ്വത്ത് മുഴുവൻ സാധാരണ വിൽക്കാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ ആദ്യം ലോകത്തെ ഏറ്റവും പ്രമുഖരായ 2 ബാങ്കുകൾക്ക്, വിദേശ ബാങ്കുകൾക്ക് പണയം വെച്ചു. ആ പണയം വെച്ച് പണമൊക്കെ എന്താക്കിയെന്നുള്ളത് ഇനിയിപ്പം വിവരം വന്നില്ല. പണയം വെച്ചു. ആ പണയം വെച്ച സ്ഥലം ആദ്യം മാരുതിക്ക് വിറ്റു. 70-70 ഏക്കർ ഭൂമി വിറ്റു. വിൽക്കാൻ സമ്മതിക്കാൻ പാടില്ല. അന്നത്തെ BJP മന്ത്രി കട്ട സുബ്രഹ്മണ്യം, പേരിൻ്റെ കട്ടയുണ്ട്. ആ സുബ്രഹ്മണ്യം ഇപ്പം ജയിലില്ല. കട്ട സുബ്രഹ്മണ്യവും സുബ്രഹ്മണ്യൻ്റെ മോനും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കർണാടകത്തിൽ. ഇതാ പരിപാടി. ഗവൺമെൻറ്റിൻ്റെ പണം, ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് വിൽക്കാൻ അനുവാദം കൊടുത്തു, പണയം വെക്കാൻ വിൽക്കാൻ അനുവാദം കൊടുത്തില്ല. യഥാർത്ഥത്തിൽ പണയം വെക്കാൻ അനുവാദം കൊടുത്തു, അത് വെച്ച് വിൽക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു കൊള്ള നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP പ്രസിഡന്റ് കേരളത്തിൽ. ഞങ്ങളിത് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഒരക്ഷരമായിട്ടില്ല ഇന്നേവരെ. ഇന്നതാണ് കാര്യം. ഞങ്ങളിത് വളരെ വ്യക്തമായിട്ട് കോടതിയുടെ മുമ്പിൽ വന്ന ഒരു കേസിലെ മുഴുവൻ കാര്യവും വായിച്ചിട്ടാണ്. 1000 പേജുണ്ട്. അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻ്റ് നോക്കിയപ്പോൾ 1000 പേജ്. അത് മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ ശക്തമത്തായ രീതിയിലുള്ള കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ പണക്കാരൻ മാത്രം പറഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരിൽ ഒരാൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക്, അവിടെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചാനൽ വാങ്ങി, കേരളത്തിലെ ചാനൽ വാങ്ങി, ഏഷ്യാനെറ്റ് വാങ്ങി. വെറുതെ വാങ്ങിയതല്ല, ഇതെല്ലാമാണ് ഈ പണം, കള്ളപ്പണം. 500 കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൊള്ള. 500 കോടി രൂപ പാവപ്പെട്ട കൃഷിക്കാരന് കിട്ടിയത് സെൻറ്റിന് 1,10,000 രൂപ. ഇവനാകെ വാങ്ങിയത് 6 കോടി രൂപയ്ക്ക്. 6 കോടി രൂപയ്ക്ക് ലീസിൽ കിട്ടിയിട്ടുള്ള ഈ ഭൂമിയാണ് പൂർണ്ണമായിട്ടും വിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. രേഖാപരമായിട്ട് തന്നെ 331 കോടി രൂപയുടെ വിൽപ്പന നടന്നു എന്നാണ് രേഖ. 331 കോടി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് കച്ചവടം നടത്തിയിട്ടുണ്ടാകുക. 500 കോടി രൂപയുടെ കൊള്ള നടത്തിയിട്ടുള്ള ഒരാൾ കേരളത്തെ മാറ്റാൻ, ഇപ്പം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറ്റാൻ
ഞാനിതാ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് ആരെങ്കിലും മാറ്റാൻ വരുന്നയാൾ? ഇതാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ. BJP നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ അമർഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ 5 സ്റ്റാർ രീതിയുണ്ടല്ലോ, അതിനോടൊക്കെ എതിർപ്പുള്ളവരാണ് RSSൻ്റെയും BJPയുടെയും ഒരു വലിയ വിഭാഗം ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് BJPയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്. ആരാ അറിയോ നമുക്ക്? കണ്ണൂർക്കാരൻ തന്നെയാണ്. പറശ്ശിനിക്കടയിലായിരുന്നു, പറശ്ശിനിക്കട വൈ സ്കൂളിലായിരുന്നു. CK പത്മനാഭനൊന്നുമല്ല, അതിൻ്റെ മുമ്പ് KG മാരാണ്. വളരെ പാവം സാധാരണ ഒരു കുടുംബം. ഇപ്പം ഇനി പത്മനാഭനായാലും അങ്ങനെ, സുരേന്ദ്രനായാലും അങ്ങനെ, ഇവരെല്ലാം അങ്ങനെയല്ലേ? എന്നിട്ട് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രമാണിത്വം വെച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും, ഞാൻ എന്തും ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് ഇവിടെ ഈ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷായെ കൊണ്ടുവരെ പറയിപ്പിക്കുന്ന നില ഉണ്ടായി. ഞാൻ സമഗ്രമായൊരു അന്വേഷണം നടത്തണമെന്നേ പറയുന്നുള്ളൂ. SIT അന്വേഷണം നടത്തണം. കർണാടക ഹൈക്കോടതിയുടെ കീഴിൽ ഇങ്ങനെയാണ് ഈ കുംഭകോണം നടത്തിയത്. 500 കോടി രൂപയുടെ കൊള്ള നടത്താൻ ആരൊക്കെ സഹായിച്ച മന്ത്രി ജയിലിലുണ്ട്, ബാക്കി ആരൊക്കെ സഹായിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാൻ അർഹതയുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്.